നമസ്കാരം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊന്നായ അമേരിക്കയ്ക്കും അമേരിക്കയിലെ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിനെ രണ്ടാമത് അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തുകയും പിന്നീട് പിണങ്ങിപ്പിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന മസ്കും ട്രംപും പുതിയ പാർട്ടിയുടെ പേരിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പരിഹാസ്യമെന്നാണ് മസ്കിന്റെ പാർട്ടി പ്രഖ്യാപനത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുന്ന മസ്ക് ലക്ഷ്യമിടുന്നത് എന്താണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അരങ്ങുവാഴുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മസ്കിന്റെ അമേരിക്ക പാർട്ടിയുടെ റോൾ എന്താകും? ടെസ്ല, സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്കിന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സ്പേസ് കണ്ടെത്താനാകുമോ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, സജിമോൻ ആന്റണി, അമേരിക്കൻ മലയാളി, അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, കേംബ്രിഡ്ജ് മുൻ മേയർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സജിമോൻ ആന്റണി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യം ഏറ്റവും സുന്ദരമായി പുലരുന്നത് അമേരിക്കയിലെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു, അങ്ങനെ കരുതുന്നു. ആ അമേരിക്കക്കാർക്ക് ജനാധിപത്യ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം തിരിച്ചു നൽകാൻ മസ്ക് ഒരു പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അമേരിക്കൻ ജനത ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുന്നത്? തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെയാണ് അമേരിക്കൻ ജനത ഒന്നടങ്കം ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കുകയാണെങ്കിൽ 4 തവണയാണ് ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഓപ്ഷൻ അമേരിക്കയിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 200-250 വർഷത്തെ ചരിത്രം നോക്കുകയാണെങ്കിൽ, എക്സ്പെഷ്യലി 1861 അല്ലെ 65 ആ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സിവിൽ വാർ ഉണ്ടായിരുന്ന സമയത്ത് ഒരു തേർഡ് പാർട്ടിയുടെ ഓപ്ഷൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 3-4 തവണ ഇത് പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമേരിക്കൻ ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ പേരിൽ 1968, പിന്നെ റിഫോം പാർട്ടിയുടെ പേരിൽ അതെനിക്ക് തന്നെ 1992, പിന്നെയുള്ളത് ഗ്രീൻ പാർട്ടി 1980 അത് ഫോം ചെയ്തു. എന്നാൽ ഒരു ചെറിയൊരു അതിന്റെ ഒരു പ്രസൻസ് കാണിക്കാൻ പറ്റുന്നത് 2000 ഇലക്ഷനിലായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ 68-ലോ 92-ലോ അല്ലെ 2000-ലോ അല്ലെ 80s-ലോ ഒന്നും ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം അമേരിക്ക എന്ന് പറയുമ്പോൾ ഇവിടെ 50 സ്റ്റേറ്റ്, അതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സെനറ്റ് ആണ്. 100 സെനറ്റ് സീറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ 435 കോൺഗ്രസ് ഇതുമാണുള്ളത്. അപ്പം അതിലൊന്നും ഒരു സീറ്റും ഇതൊന്നും നേടാൻ പറ്റിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരോടാണ് ബലം പിടിക്കുന്നത് എന്നുള്ളതാണ്. മസ്ക് വേഴ്സസ് ട്രംപ് എന്നുള്ള ആ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് മസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വരുന്നത് ഒരു ബില്യണറാണ്. എത്രമാത്രമാണ്? 405 ബില്യൺ അസറ്റ് ഉള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ അതിസമ്പന്നനാണ് മസ്ക് ഇന്ന്. അദ്ദേഹം അത് എത്ര വർഷത്തിനുണ്ടാക്കി? ഏകദേശം 30 വർഷം. 95-ലാണ് അദ്ദേഹത്തിന്റെ കമ്പനി ലോഞ്ച് ചെയ്തത്. സൗത്ത് ആഫ്രിക്കൻ ഒറിജിൻ ആണ്. അതിനുശേഷം കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു. അതിനുശേഷം അമേരിക്കയിൽ പഠിക്കാൻ വന്ന് അവിടെ നിന്ന് അക്യൂമുലേറ്റ് ചെയ്തതാണ് ഈ പറഞ്ഞ സ്പേസ് എക്സും ടെസ്ലയും ഇങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് ഹി അക്യൂമുലേറ്റഡ് 405 ബില്യൺ ഉണ്ട്. 4 കല്യാണം കഴിച്ചു നമുക്ക് പറയാൻ പറ്റത്തില്ല. 4 ആൾക്കാരുടെ 4 ഇതിനകത്ത് നിന്ന് ഏകദേശം 14 പിള്ളേരുണ്ട്. എന്താണ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അദ്ദേഹം ഡെമോക്രാറ്റ്സിനായിരുന്നു. എനിക്ക് തോന്നുന്നു 2021 അല്ലെങ്കിൽ 2022 വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ട്രംപിന്റെ പാർട്ടിയിലേക്ക് മാറി റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് എന്തായിരുന്നു ട്രംപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപിന്റെ ഒരു ഫാമിലി ഒരു ബിസിനസ് ഓറിയന്റഡ് അതിനകത്ത് നിന്ന് വന്ന് 1971-ലാണ് അദ്ദേഹം ട്രംപ് ഓർഗനൈസേഷൻ അദ്ദേഹത്തിന്റെ ഇൻചാർജിൽ വരികയും 83-ൽ ട്രംപ് ഓർഗനൈസേഷൻ വരികയും ഇന്ന് 5 മില്യൺ, അതായത് ഒരു കോൺട്രവേഴ്സിയിലാണ്. ചില മീഡിയ പറയും 5 ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ അസറ്റ് എന്ന്. അദ്ദേഹം ചിലപ്പോൾ പറയും 8 മില്യൺ അല്ലെങ്കിൽ 10 ബില്യൺ എന്ന് പറയും. അപ്പൊ ഏതായാലും 405 ബില്യൺ വേഴ്സസ് 5 മില്യൺ അല്ലെങ്കിൽ 8 മില്യൺ എന്നുള്ളൊരു അസറ്റിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇലോൺ മസ്കിന് ഈ പൈസയുടെ കാര്യത്തിൽ വളരെയധികം മുൻതൂക്കമുണ്ട് എങ്കിൽ പവറിന്റെ കാര്യത്തിൽ ഇന്ന് ട്രംപിന്റെ കയ്യിലാണ് അമേരിക്ക ഇരിക്കുന്നത്. ട്രംപിന്റെ കയ്യിലാണ് വൈറ്റ് ഹൗസ് ഇരിക്കുന്നത്. ട്രംപിന്റെ കയ്യിലാണ് സുപ്രീം കോർട്ട് ഇരിക്കുന്നത്. ട്രംപിന്റെ കയ്യിലാണ് US കോൺഗ്രസും സെനറ്റും ഇരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ആ ഒരു താളത്തിലോ ഈ പറഞ്ഞ കോൺഗ്രസും സെനറ്റും ഒക്കെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചലഞ്ചിനെ, അതിനെ എന്തുമാത്രം മസ്കിന് ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിൽ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മസ്ക് വളരെ സജിമോൻ ആന്റണി, ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന ഭീഷണി നേരത്തെ തന്നെ മസ്ക് പറഞ്ഞിരുന്നു. എന്തായാലും ആ ബില്ല് പാസ്സാകുന്നതോടുകൂടി അതൊരു യാഥാർത്ഥ്യമായി മാറി. അദ്ദേഹം ട്വിറ്ററിലൂടെയൊക്കെ, പഴയ ട്വിറ്റർ ഇപ്പോഴത്തെ എക്സിലൂടെ പോൾ നടത്തി ഏതാണ്ട് 65% പിന്തുണ ആർജിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു പിന്തുണ
അമേരിക്കൻസിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കക്കാരിൽ നിന്ന് ട്രംപിന് ലഭിക്കുന്നുണ്ടോ? ആ ഒരു ഉണർവ് പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം അവിടെ പ്രകടമാണ്. അതിനൊരു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കിന്റെ ഈ ഒരു പാർട്ടി പ്രഖ്യാപനം ഡോജിനകത്ത് ഇൻവോൾവ് ആകുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ അതിന് നല്ലൊരു ട്രാക്ഷൻ മേ ബി കിട്ടുമായിരുന്നു. കാരണം മസ്കിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ അമേരിക്കൻ ജനതയ്ക്ക് വലുതായിരുന്നു. അതോടൊപ്പം തന്നെ യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ മസ്ക് വളരെയധികം ഒരു വലിയൊരു കാരണമായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ ഡോജിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പോഷർ ഒരു എക്സ്പോഷർ ഉണ്ടാവുകയാണ് ചെയ്തത്. ഭരണതലത്തിൽ അദ്ദേഹത്തിന്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയായിരിക്കും, പോളിസികൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അമേരിക്കയിലെ ഈ ഒരു അടുത്ത കാലത്ത് ഏറ്റവും കോൺട്രവേഴ്സ്യലായി നടന്ന അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോജ് എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയെന്നോ ഡെമോക്രാറ്റിക് പാർട്ടിക്കെന്നോ ഇൻഡിപെൻഡന്റ് ഇല്ല. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഓവർവെൽമിംഗ്ലി അതിന് എതിരായിരുന്നു അതിന്റെ പോളിസിയിൽ വേ മസ്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്തത്. തുടക്കത്തിൽ ട്രംപ് വാസ് എൻജോയിങ്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇതിന് തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും എന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു അടി തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എന്താണ് ഇതിന്റെ കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും ഒരു കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് ഡെമോക്രാറ്റ്സ് ആർ സംവത് അതർ വേ നോൺ ഫോർ എ ബിഗ് ഗവൺമെന്റ്, ബിഗ് സ്പെൻഡിങ് എന്നുള്ള ഇതാണ്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ്സ് ആണ്. അപ്പൊ അവര് എപ്പോഴും സ്പെൻഡിങ് ലിമിറ്റ് വേണം, ഗവൺമെന്റ് ചെറുതായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇലക്ഷന് മുമ്പ് ട്രംപും മസ്കുമായിട്ട് ഒരു യോജിപ്പുണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ട്രംപ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ആ ഒരു ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ല് എന്ന് പാസ്സാക്കിയപ്പോഴത്തേക്കും അതിനകത്തുള്ള എക്സ്പെൻഡിച്ചർ 30 ട്രില്യൺ ആണ് ഇപ്പോഴത്തെ അമേരിക്ക ഡെഫിഷ്യറ്റ് എങ്കിൽ അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 35 ട്രില്യൺ ആയിരിക്കും ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ളതാണ്. പ്ലസ് ഏകദേശം 17 മില്യണോളം ആൾക്കാർക്ക് മെഡിക്കേഡ് നഷ്ടപ്പെട്ടും അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ പോപ്പുലർ ആയിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് സാൾട്ട് സിസ്റ്റം, അതായത് ഇവിടുത്തെ സ്റ്റേറ്റ് ലോക്കൽ ടാക്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് $10,000 ഡിഡക്റ്റബിൾ എന്നുള്ളത് 40,000 ആക്കി ഉയർത്തി. അപ്പൊ അത് പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് ലീനിങ് സ്റ്റേറ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പോളിസി ആയിരുന്നു. അതോടൊപ്പം ടിപ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടാക്സ് ഒഴിവാക്കി. അത് ഈ പറഞ്ഞ ഫ്ലിപ്പ് സ്റ്റേറ്റുകളായ അല്ലെങ്കിൽ പർപ്പിൾ സ്റ്റേറ്റുകളായ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉള്ള ചാഞ്ചാടുന്ന സ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്ന ആരിസോണ പോലെയുള്ള നെവാഡ അങ്ങനെയുള്ള ഏരിയകളിലുള്ള വോട്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ ഈ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുളിനകത്ത് നല്ലതാണ്, ചില കാര്യങ്ങൾ അതിനകത്തെ അഡ്വേഴ്സ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മസ്ക് നോക്കുമ്പം അല്ലെങ്കിൽ ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസ് നോക്കുമ്പം അതിനകത്ത് 5 ട്രില്യൺ ഫെഡറൽ ഡെഫിഷ്യറ്റ് കൂടും. അതായത് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതിന്റെ ഒരു പ്രഥമ കാരണം ഇതാണ്, അമേരിക്കയുടെ സ്പെൻഡിങ് ഹാബിറ്റ് അതിന് കട്ടയിൽ ചെയ്യണം. ഡോജിന്റെ തന്നെ ഉദ്ദേശം അതായിരുന്നു. അപ്പൊ അങ്ങനെ ആയിരുന്നുവെങ്കിലും ഒറിജിനൽ ഐഡിയയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു. അതുകൊണ്ട് ഞാൻ ട്രംപുമായിട്ട് എതിർക്കുന്നു, ഞാൻ വേറൊരു പാർട്ടി ഇടുകയാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇതിപ്പോൾ പൊക്കോട്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ മോഹൻ വർഗീസ്, എന്താകും മസ്കിന്റെ ഭാവി, മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്ന് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ PV അൻവറിന്റെ ഭാവിയാകുമോ മസ്കിന് അമേരിക്കയിൽ സംഭവിക്കുക രാഷ്ട്രീയത്തിൽ എന്ന് തോന്നുന്നു? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? PV അൻവറിനേക്കാൾ ഞാൻ ചേർത്ത് നിർത്തുന്നത് സാബു ജേക്കബിനോടാണ്. കാരണം സാബു ജേക്കബ് ഒന്നുമില്ലെങ്കിൽ സ്വന്തം തട്ടകത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ 2020 എന്ന പാർട്ടി കഴിഞ്ഞു. ഒരു വ്യവസായിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് പരിമിതികളുണ്ട്, പരിധിയുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അമേരിക്കയിൽ അതിന് യാതൊരു പരിധിയുമില്ല, പരിമിതിയുമില്ല. പക്ഷെ വെദർ ദർ ഇസ് എ സ്പേസ്, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ വ്യവസ്ഥയിൽ ഒരു പുതിയ പാർട്ടിക്ക് ഒരു ഇടം കണ്ടെത്താനാവുമോ? ഈ ചോദ്യം തന്നെയാണ് ശ്രീ സജിമോൻ ആന്റണി വളരെ ഭംഗിയായി അത് ചരിത്രപരമായി എന്തുകൊണ്ട് മുൻകാല എക്സ്പെരിമെൻറ്റ്സ് വിജയിച്ചില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് വരച്ചിട്ട ഒരു ചിത്രം, അതായത് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അതിനെ പൂർണ്ണമായി റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല. ഈ സ്പെൻഡിങ്, അമേരിക്കൻ ഫെഡറൽ സ്പെൻഡിങ്, അത് പരമാവധി കുറച്ചുകൊണ്ട് വരാനുള്ള നിർദ്ദേശങ്ങളാണ് ഇലോൺ മസ്കിന് കൊടുത്തത്. ഇലോൺ മസ്ക് അതനുസരിച്ചാണ് ഡോഡ്ജിൽ വർക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ലെജിസ്ലേഷൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് ഒരു ലോങ് ടേമിൽ ഒരു ഡീപ്പ് ഡെറ്റ് ക്രൈസിസിലേക്ക് അമേരിക്കയെ എത്തിക്കും എന്ന ഒരു പ്രായോഗിക ചിന്തയാണ്. അങ്ങനെയുള്ള ചിന്തയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകൾ അമേരിക്കയിലുണ്ട്, കട്ടിങ് എക്രോസ് പാർട്ടീസ്. അത് ഡെമോക്രാറ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻസ് ഉണ്ട്, ഡിസ്എൻചാൻറ്റഡ് ഒരു ക്ലാസ് അവിടെ ഉണ്ട്. അത് നിഷേധിക്കാനാവില്ല. പക്ഷെ ആ ഇടത്തേക്ക് ഇറങ്ങി നിൽക്കണം എങ്കിൽ ഇലോൺ മസ്കിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തൽക്കാലത്തേക്ക്
ഇലോൺ മസ്ക് ഇപ്പോൾ പ്ലാൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർട്ടി ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും 50 സംസ്ഥാനങ്ങളിലെ വേരുകൾ ഉണ്ടാകണം. ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റിനെതിരെ ട്രംപിന് മത്സരിക്കാനാവില്ല. 2 തവണയായി. ഒരു മത്സര രംഗത്തേക്ക് ഇലോൺ മസ്കിന് പ്രസിഡൻഷ്യൽ പോളിന് വരണമെങ്കിൽ അത് ഇന്നത്തെ നിലയിൽ സാധ്യമല്ല. കാരണം അമേരിക്കൻ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നു, അമേരിക്കയ്ക്കുള്ളിൽ ജനിച്ച ഒരാളായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ്. മറ്റൊരാളെ നിർത്തി പിന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് അവിടെ മസ്കിനുണ്ടാകും. അത് പ്രസിഡൻഷ്യൽ ക്യാമ്പയിനാണ്. അതിനിയും 3.5 വർഷത്തിന് ശേഷം നടക്കേണ്ട കാര്യമാണ്. അതിനു മുൻപ് നടക്കേണ്ടത് ഇടക്കാല തിരഞ്ഞെടുപ്പാണ്. ഇവിടെയാണ് പർപ്പിൾ സ്റ്റേറ്റ്സിൻ്റെ പ്രസക്തി. ഇത് ചില പർപ്പിൾ സ്റ്റേറ്റ് ഡെമോക്രാറ്റുകളിലേക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്കും ഒക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ഏതാനും സെനറ്റർമാരെ സൃഷ്ടിക്കാൻ കഴിയുക, ഏതാനും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അംഗങ്ങളെ ചില ഡിസ്ട്രിക്റ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുക, അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വേഫർ തിൻ മാർജിനിലാണ് റിപ്പബ്ലിക്കൻസ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപിന് മുന്നോട്ട് ഭരണപരിഷ്കാരം നടത്തി മുന്നോട്ട് പോകാനാവും. ഈ ബില്ല് പാസ്സാക്കി എടുക്കാൻ കഴിഞ്ഞത് സെനറ്റിൻ്റെ 100 അംഗങ്ങളിൽ 53 പേര് റിപ്പബ്ലിക്കൻസാണ്. അപ്പോൾ ക്ലീനായിട്ട് മെജോറിറ്റി കിട്ടി. ഒരു ലേസർ തിൻ മാർജിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ 434 അംഗങ്ങളിലും കൃത്യമായി 222 പേരുടെ പിൻബലമുണ്ട്. ഇത് മാറി മറിയാം. ഏതാനും MP-മാരെ പ്രൊവൈഡ് ചെയ്യാൻ മസ്കിൻ്റെ പുതിയ പാർട്ടിക്ക് കഴിഞ്ഞാൽ ആ പാർട്ടി ഡിസൈഡിങ് ഫാക്ടറായി മാറും. അതായിരിക്കണം ആദ്യ സ്റ്റെപ്പ്. പക്ഷേ ഇതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ് ചെയ്യണം, ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകണം. ട്രംപിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിച്ചു വരാൻ പറ്റിയത്. വംശീയമായ ചില പ്രത്യേകതകളുള്ള ആളുകളുണ്ട്. അതുമാത്രമല്ല കുടിയേറ്റ വിരുദ്ധത എന്ന വലിയൊരു പൊളിറ്റിക്കൽ ആൻഡ് എത്നിക് പ്ലാങ്ക് ഉണ്ട്. അത് മാത്രമല്ല മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വലിയൊരു സ്വപ്നം നെയ്തെടുക്കാനുണ്ട്. ഇതൊന്നും ട്രംപുമായി കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ഒരു പുതുമയുള്ള മാത്രവുമല്ല പറഞ്ഞതൊക്കെ പാലിക്കാനുള്ള ചുവടുവയ്പ്പാണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ട്രംപ് നടത്തുന്നതും. അതുതന്നെയാണ് മസ്കിനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ നിർമ്മൽ എബ്രഹാം, എന്തുകൊണ്ടിപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് നോക്കുമ്പോൾ ഡിസ്ട്രക്റ്റീവ് എന്ന് മസ്ക് വിശേഷിപ്പിച്ച ഈ ബില്ല്, അതിനെ ട്രംപ് പറയുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നതാണ്. പക്ഷേ ആ ഒരു ബിൽ പാസ്സായത് ചൂണ്ടിക്കാട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം മസ്ക് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹത്തിന് ഇതിന് പ്രേരിപ്പിച്ചത് എന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇവിടെ ചില സബ്സിഡികൾ എടുത്തു കളയുന്ന നിർണായകമായ തീരുമാനം ആ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ടെസ്ല ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വലിയ തിരിച്ചടിയാകുന്നതാണ്. അപ്പോൾ സ്വകാര്യമായ സ്വന്തം താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിൽ തെറ്റിപ്പിരിഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി എന്നത് എത്ര പേർ അതിനെ ഉൾക്കൊള്ളും? അദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ എത്ര പേർ പിന്തുണയ്ക്കും? ഇത് ലക്ഷ്യവും ചാടാനിടയായ കാരണവും രണ്ടാണ്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ EV മാൻഡേറ്റ് എടുത്ത് കളയുക എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. കാരണം അമേരിക്കയിലെ തന്നെ അല്ലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ EV മാനുഫാക്ചറാണ് ടെസ്ല. BYD തൊട്ട് പിന്നിലുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഉള്ള മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന മസ്കിനെ സംബന്ധിച്ചിടത്തോളം EV മാൻഡേറ്റ് എടുത്ത് കളഞ്ഞ് കൃത്യമായിട്ട് ടെസ്ലയെ മാത്രമല്ല മൊത്തം EV ഇൻഡസ്ട്രി എഫക്ട് ചെയ്യും. അതായത് EV ആളുകൾ മേടിക്കാനുള്ള സാധ്യത കുറയും. അതാണ് ഒന്ന്. 2, ഡോജിൽ നേരത്തെ ശ്രീ സജിമോൻ ആന്റണി സൂചിപ്പിച്ച പോലെ ഡോജിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഒരുപാട് ബ്ലെയിം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം മസ്കിനുണ്ടായിട്ടുണ്ട്. ട്രംപിന് വേണ്ടി ചെയ്തു എന്ന് മസ്ക് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്പെൻഡിങ് ഇത്രയും കേർട്ടയിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഡോജ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ ഇത്രയധികം ഡെറ്റ് ഉണ്ടാക്കി വെക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഏറെക്കുറെ ഞാൻ ചിന്തിക്കുന്ന EV മാൻഡേറ്റ് എടുത്ത് കളഞ്ഞതിലാവാം. കാരണം ഇത്രയധികം മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ട്രംപിന്റെ ക്യാമ്പയിന് വേണ്ടി മസ്ക് മുടക്കിയത്. അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും ട്രംപിനെ സഹായിച്ചിട്ടുമുണ്ട്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് എന്റെ സമയത്ത് എന്റെ കൂടെ നിന്നില്ല എന്നൊരു ചോദ്യം വെച്ചിട്ടാണ് മസ്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇതിനകത്ത് എന്താണ് കാരണമെങ്കിലും അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടെന്ന് വേണമെന്ന് കാണാൻ. കാരണം മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പാർട്ടി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈൻ ഒരു സാധനം ഇന്ത്യയിൽ മേടിക്കണമെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടോ പോകും. പുറത്ത് പോയി എന്തെങ്കിലും കോള കുടിക്കണമെങ്കിൽ പെപ്സിയോ കൊക്കോളോ കുടിക്കും. അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ ഗൂഗിളോ ChatGPTയോ സെർച്ച് ചെയ്യും. എന്ന് പറയുന്ന പോലെ ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടൊരു പാർട്ടി സിസ്റ്റമാണ് വർഷങ്ങളായിട്ട് അമേരിക്കയിലുള്ളത്. അതിനെ ആകെപ്പാടെ വെല്ലുവിളിച്ചിരിക്കുന്ന 1912 തിയഡോർ റൂസ്വെൽറ്റ് മാത്രമാണ് വെല്ലുവിളിച്ചൊരു ഡിഫറൻസ് ഉണ്ടാക്കിയത്. അതായിരിക്കും മസ്കിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിം ആയിരിക്കും മസ്ക് നോക്കുന്നത്. കാരണം അന്ന് ഇതേപോലത്തെ സാഹചര്യം 1900 തൊട്ട് 1908 വരെ റൂസ്വെൽറ്റ് മത്സരിച്ചതിന് ശേഷം
അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആക്കുകയും ഇതേപോലെ മുന്നോട്ട് പോയി 4 വർഷം ഭരിക്കുന്നതിനിടെ ആശയപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ വന്നപ്പോൾ റൂസ്വെൽറ്റിന് ദേഷ്യം വന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പ്രസിഡന്റായി മത്സരിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി നിന്നു. അന്ന് സംഭവിച്ച കൃത്യ കണക്ക് നോക്കി അറിയാം. അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കിട്ടിയത് ഒരു 23% വോട്ടാണ്. തിയോഡോർ റൂസ്വെൽറ്റിന് ഒറ്റയ്ക്ക് കിട്ടിയത് 27% വോട്ടാണ്. 42% വോട്ട് കിട്ടിയ ഡെമോക്രാറ്റ്സ് പക്ഷെ ജയിച്ചു. ഇവർ രണ്ടുപേരും ചേർന്ന് നിന്നിരുന്നെങ്കിൽ 50% വോട്ട് കിട്ടേണ്ട റിപ്പബ്ലിക്കൻ പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റായി, വോട്ട് സ്പ്ലിറ്റായി. അപ്പം അതേപോലെ അത്രയും വലിയ സ്പ്ലിറ്റ് ഒന്നും മസ്കിന് ഉണ്ടാക്കാൻ സാധിക്കില്ല, കാരണം റൂസ്വെൽറ്റ് അല്ല മസ്ക്. പക്ഷേ ഒരു ചെറിയ ശതമാനം സ്പ്ലിറ്റ് പോലും ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഡെമോക്രാറ്റ്സിന്റെ അടുത്ത് നമ്മൾ ഒന്നും കേട്ടിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും രണ്ടായാലും നല്ലതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ നോക്കിയാലും ശരിയാണ്, ഒരു ലാൻഡ് സ്ലൈഡ് ആണ്, സെനറ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പോപ്പുലർ വോട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വോട്ട് ശതമാനം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5% ഡിഫറൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ജയിച്ചത്. ആ 1.5% ഡിഫറൻസും തിരിക്കാൻ മസ്കിന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വോട്ട് ചെയ്യുന്ന എല്ലാം കൺസർവേറ്റീവ്സ് ആയിരിക്കും, അല്ല ലിബർട്ടേറിയൻസ് ആയിരിക്കും. പക്ഷെ അവസാനം വോട്ട് ശതമാനം കുറവായിട്ടുള്ള ഡെമോക്രാറ്റ്സിന് ജയിക്കാം. പക്ഷെ അതിന് ഒരുപാട് തടസ്സങ്ങൾ മസ്കിന് മുന്നേ ഉണ്ട്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബ്യൂറോക്രാറ്റിക് ബാരിയേഴ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ അമേരിക്കൻ സ്റ്റേറ്റ്സിൽ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ശ്രീ സജിമോൻ ആന്റണിയൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അതായത് ഒരു സ്റ്റേറ്റിൽ നമുക്ക് പുതിയൊരു പാർട്ടി തുടങ്ങണമെങ്കിൽ അതിന് ഒത്തിരി ബാരിയേഴ്സ് ഉണ്ട്, വെറുതെ തുടങ്ങാൻ സാധിക്കില്ല. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും വൈൽഡ് കാർഡാണ്. പക്ഷെ മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തുടങ്ങണമെങ്കിൽ ഒരുപാട് ഒപ്പുകൾ, ഇപ്പൊ പെറ്റീഷൻ സംഘടിപ്പിക്കണം, ഒപ്പുകൾ സംഘടിപ്പിക്കണം, പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒപ്പുകൾ അവിടെ സമർപ്പിക്കണം. ഇതൊന്നും കൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അങ്ങനെ ഒരു മൂന്നാമത് പാർട്ടിയെ നിൽക്കാൻ അനുവദിക്കില്ല, കേസുകളൊക്കെ കൊടുത്ത് വീർപ്പ് മുട്ടിക്കും. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിന്റെ പിന്നിൽ എന്തുമാത്രം എഫർട്ട് പോകണം. കാരണം മസ്കിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് കൂടെ ഉള്ളത്? മസ്ക് മാത്രമാണ്. മസ്കിനെ സ്വന്തമായിട്ട് നടത്താൻ നിരവധി കമ്പനികളുണ്ട്. ആ കമ്പനികളൊക്കെ ഇപ്പൊ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മൊത്തമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങി ഈ സ്ഥലത്തെല്ലാം ഗ്രൗണ്ട് വർക്ക് നടത്തി അതിനുവേണ്ടി എഫർട്ട് എടുത്ത് പൈസ മുടക്കി ചെയ്യാനുള്ള സാഹചര്യമില്ല. ഉണ്ടെങ്കിൽ ഒരു സാഹചര്യമുള്ളൂ, മറ്റ് പാർട്ടിയിൽ നിന്ന് പൊളിറ്റീഷ്യൻസിനെ റോപ്പിൻ ചെയ്യാം. നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെ BJP കോൺഗ്രസ്സുകാരെ പിടിച്ചു, ആം ആദ്മിക്കാരെ പിടിച്ചു എന്ന് പറയുന്ന പോലെ മസ്കിന് വേണമെങ്കിൽ ഡെമോക്രാറ്റ്സിലെയോ അല്ല റിപ്പബ്ലിക്കൻസിലോ അറിയപ്പെടുന്ന കുറച്ച് മിനിസ്റ്റേഴ്സിനെയോ സെനറ്റേഴ്സിനെയോ ഒക്കെ പിടിക്കാം. പക്ഷെ ഇപ്പോൾ ലാറ റൂമേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ട്രംപിന്റെ മാഗ അലിയായ മാഗ അലിയാണ് ഈ ലോറ. അവർ പറയുന്നത് ഏതാണ്ട് പ്രധാനപ്പെട്ട 3 പേര് മസ്കിനൊപ്പം പോകുമെന്നൊരു പ്രവചനം ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട്. അതിൽ ടാക്കർ കാൾസൺ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകും എന്നും പറയുന്നു. ടക്കർ കാൾസൺ പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ, ടക്കർ കാൾസൺ ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നറിയത്തില്ല. കാരണം ഒരു സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ന്യൂയോർക്ക് എടുത്തു കഴിഞ്ഞാൽ ആൻഡ്രൂ കോമോ അവിടെ വർഷങ്ങളായിട്ട് നല്ല സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു വ്യക്തി. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്ഥലത്ത് പ്രവർത്തിച്ച് അവിടെ സെനറ്റർ ആയിട്ടോ ഗവർണർ ആയിട്ടോ മേയർ ആയിട്ടോ നിന്നിട്ടുള്ള ഒരു ഡെമോക്രാറ്റിനോ റിപ്പബ്ലിക്കനോ കിട്ടിയാൽ മാത്രമേ മസ്കിന് ഗുണമുള്ളൂ. അവിടെയും സാധ്യത കുറവ്. കാരണം ഏറെക്കുറെ ട്രംപിനൊപ്പം നിന്നിട്ടുള്ള റിപ്പബ്ലിക്കൻസിന് എല്ലാം തന്നെ ട്രംപ് എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോസിബിലിറ്റി ഇല്ല. ഡെമോക്രാറ്റ്സ് ആകട്ടെ, ഡെമോക്രാറ്റ്സിനെ ഒരു പരിധി വിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കുകയാണ് മസ്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ച് അവരാരും മസ്കിനോടെ പോകണമെന്നില്ല. കാരണം ഈ കച്ചവടത്തിൽ ഒരിക്കലും ഡെമോക്രാറ്റ്സിന് നഷ്ടം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അവരാരും ഈ സമയത്ത് മസ്കിനൊപ്പം പോകണമെന്നില്ല. അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ട്രോങ് ഹോൾഡ് ഉള്ള ഏത് പൊളിറ്റിക്കൽ ആലായി ആണ് മസ്കിന് കിട്ടുക എന്നുള്ളൊരു ചോദ്യം കൂടെ. അതുകൊണ്ട് ശരിയാണ്, ഇത് തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു ഇലക്ഷൻ ജയിക്കാൻ മാത്രം ഒന്നും മസ്കിന് സാധിക്കില്ല. ഇന്നത്തെ അവസ്ഥയിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ബാരിയേഴ്സ് ഒക്കെ കടന്നാൽ ഒരു വോട്ടിംഗ് സ്പ്ലിറ്റ് ഉണ്ടാക്കി അത് റിപ്പബ്ലിക്കൻ പാർട്ടിയെ മാത്രമാണ് ബാധിക്കുന്നത്, ഡെമോക്രാറ്റിക് പാർട്ടിയെ ബാധിക്കുകയില്ല. തീർച്ചയായും. ശ്രീ സജിമോൻ ആന്റണി, എന്താണ് മസ്ക് ലക്ഷ്യമിടുന്നത്? പല ചോദ്യങ്ങൾക്ക് അദ്ദേഹം എക്സിലൂടെ മറുപടി പറയുന്നുണ്ട്. എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ലക്ഷ്യമെന്ന് ചോദിക്കുമ്പോൾ ഗ്രീസിൽ 371 BC നടന്ന സ്ട്രാറ്റജി, സ്പാർട്ടന്റെ ഡോമിനൻസ് അവസാനിപ്പിച്ച യുദ്ധത്തിലേക്കാണ് മസ്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഫൈറ്റ് അദ്ദേഹം കണക്ക് കൂട്ടുന്നു. നിർണായകമാകുന്ന, തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ, അവിടെ ഡോമിനൻസ് ഉണ്ടാക്കാൻ, അതിലൂടെ ശക്തി തെളിയിക്കാൻ, അങ്ങനെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന ഇടങ്ങൾ കണ്ടെത്തി അവിടെ മാത്രം പ്രവർത്തിച്ച് അവിടെ ഒരു പൊളിറ്റിക്കൽ ശക്തിയാകാനുള്ള നീക്കമാണ് മസ്ക് നടത്തുന്നതെന്ന് തോന്നുന്നു. അതിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ശ്രീ നിർമ്മലും ശ്രീ മുഹമ്മദ് വർഗീസും പറഞ്ഞതിനോട് ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. മസ്കിന് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം, ഈസി അല്ല മീൻസ് അവർക്ക് ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂ പെർസെൻറ്റേജ് ആൾക്കാരെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ
ഏതെങ്കിലും 2-3 സെനറ്റ് സീറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെ 5-6 ഒരു കോൺഗ്രസിന്റെ സീറ്റ് കോൺഗ്രസ് സീറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനകത്ത് വിജയിച്ച് കയറുവാണെങ്കിൽ പോളിസിയുടെ കാര്യത്തിൽ ഒരു ഹെവി ഇമ്പാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ ഈതർ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഏത് പാർട്ടി ആണെങ്കിലും മുമ്പ് നിർമ്മൽ പറഞ്ഞു പോണക്ക് തന്നെ 1%, 1.5% ആ ഒരു ലേസർ തിൻ മാർജിനിലാണ് ഇവരൊക്കെ ഭരിക്കുന്നത്. അപ്പൊ അവരെ കോൺഗ്രസിനകത്ത് ഓരോ വോട്ട് എടുക്കുമ്പോഴും ഓരോ വോട്ടും ഭയങ്കര വിലയുള്ള വോട്ടാണ്. സെനറ്റിനകത്തും അതുപോലെ തന്നെയാണ്. പലപ്പോഴും വൈസ് പ്രസിഡന്റ് ടൈ ബ്രേക്ക് ചെയ്തൊക്കെയാണ് ബില്ലുകളൊക്കെ പാസ്സാകുന്നത്. അപ്പൊ അതുപോലെ കട്ടയ്ക്ക് ഉള്ള ഒരു കോൺഗ്രസും സെനറ്റുമാണ് ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദശകങ്ങളായിട്ട് അമേരിക്കയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ അടർത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹവോവർ അതോടൊപ്പം നമുക്ക് ഇതും പറയേണ്ടിയിരിക്കുന്നു, മസ്കിന്റെ ഒരു പേഴ്സണാലിറ്റി അല്ലെ അംബീഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ ഒരു 2-3 ഒതുങ്ങുമോ അല്ലെ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ അങ്ങനെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. കാരണം നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു മുടക്ക് തന്നെ 405 ബില്യൺ അസറ്റ് ഈ 25-30 വർഷം കൊണ്ട് അക്യൂമുലേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് പെട്ടെന്ന് ഔട്ട്റൈറ്റ്ലി തള്ളിക്കളയാൻ പറ്റത്തില്ല, എഴുതി കളയാൻ പറ്റത്തില്ല. അപ്പൊ ട്രംപ് ഒരു പ്യുവർ ബിസിനസ്മാൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹം എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്നിട്ട് ഇപ്പൊ ഒരു സെൻട്രലിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനകത്ത് കാണുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു മുടക്ക് തന്നെ ഈ മസ്കിന്റെ നയങ്ങളിലും ചില കാര്യങ്ങളിൽ അദ്ദേഹം മയപ്പെടുത്തി ഒരു വേറൊരു ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ അമേരിക്കയിൽ എക്സ്ട്രീം റൈറ്റ് ആണെങ്കിലും എക്സ്ട്രീം ലെഫ്റ്റ് ആണെങ്കിലും അത് ജയിച്ചു കയറാൻ ഭയങ്കര പാടാണ്. എന്നാൽ രണ്ട് പാർട്ടിയിലും അങ്ങനെയുള്ള ഫ്യൂ ഇൻഡിവിജ്വൽസ് അല്ലെ ഫ്യൂ ലീഡേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ മുമ്പ് പറഞ്ഞ 3-4 പേരുകൾ ടക്കർ കാൾസൺ അല്ലെ സ്റ്റീവ് ബാനൻ അല്ലെങ്കിൽ ലാറ റൂമർ ഇവരൊക്കെ എക്സ്ട്രീം ഐഡിയോളജിയുള്ള എക്സ്ട്രീം വലതുപക്ഷ അല്ലെങ്കിൽ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളാണ്. അപ്പൊ അവർക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ ഒരു സിഗ്നിഫിക്കന്റ് സപ്പോർട്ടേഴ്സ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇല്ല എന്നുള്ളതാണ്. അപ്പം അവരെ ഇപ്പൊ ഒരു പോസിബിൾ സിനറി ആയിട്ട് മസ്കിന്റെ കൂടെ ഈ പറഞ്ഞ എക്സ്ട്രീമിസ്റ്റുകൾ അങ്ങ് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പതനമായിരിക്കും, ഒരു സിഗ്നിഫിക്കന്റ് പതനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ മാത്തമാറ്റിക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സിനറിയോ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 സീറ്റ് അല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ സെനറ്റിന്റെ സീറ്റും കോൺഗ്രസ് സീറ്റും ഫ്ലിപ്പ് ചെയ്യാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഓർക്കേണ്ടത് ഇതാണ്, ഈ പൊളിറ്റീഷ്യൻസ് ആർ അൾട്ടിമേറ്റ്ലി പൊളിറ്റീഷ്യൻസ്. അത് റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും അവർ സമയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പറയാനും പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങാനും ഒക്കെ അവർ ഭയങ്കര എക്സ്പേർട്സ് ആണ് എപ്പോഴും. അപ്പം ആ ഒരു സിനറിയോസ് വരുന്നത് കാരണം തന്നെ നമുക്കിത് പ്രവചനാതീതമാണ്. എന്നാൽ മസ്ക് ഇതിന്റെ പിന്നിലുള്ള കാരണം തന്നെ നമുക്ക് അതിനെ എഴുതി തള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിനുവേണ്ടി ടെക്നിക്കൽ കടമ്പുകളുണ്ട്, ലീഗൽ കടമ്പുകളുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ തോന്നുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം അഡ്വക്കേറ്റ് ബൈജു തിട്ടാല കൂടി ചേരുകയാണ്, കേംബ്രിഡ്ജ് മുൻ മേയർ. ശ്രീ ബൈജു തിട്ടാല, നമുക്കറിയാം ട്രംപിന്റെ 2ാം ഊഴത്തിൽ എന്താണ് മസ്ക് വഹിച്ച പങ്ക് എന്നത്. ഇപ്പോൾ പാലം കടന്നു കഴിഞ്ഞപ്പോൾ മസ്കിനെ പൂർണ്ണമായും തള്ളുകയാണോ ട്രംപ്? ഇന്ന് ഈ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷമൊക്കെയുള്ള വാക്പോരെല്ലാ സാമാന്യ മര്യാദയും ലംഘിച്ചുകൊണ്ടുള്ള വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വ്യൂ കുറച്ചു മുമ്പ് ചോദ്യം ചോദിച്ചില്ലേ, നമ്മുടെ അൻവറിനെ പോലെ ആകുമെന്ന് ചോദിച്ചില്ലേ. അതായത് ഇത് അൻവറിൻ്റെ അടുത്ത് പോലും എത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ കാരണം ബ്രിട്ടനിലെ പൊളിറ്റിക്കൽ പോളിസികളും പൊളിറ്റിക്കൽ റൂളുകളും അല്ലെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മസ്കിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മത്സരിക്കുക, ഫോർ എക്സാമ്പിൾ ആ സ്റ്റേറ്റിൽ മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചിഹ്നം വേണം. ആ ചിഹ്നം വേണമെങ്കിൽ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ നമ്മുടെ കാലിഫോർണിയയിൽ 209, അതായത് 2.5 ലക്ഷത്തിനടുത്ത് സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു പോളിംഗ് ഒരു ബാലറ്റിന് അപ്ലൈ ചെയ്യുക. ഒരു ബാലറ്റിൻ്റെ സിമ്പിൾ നമ്മുടെ കൈപ്പത്തി എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ മറ്റേ അരിവാൾ ചുറ്റി നഷ്ടം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എൻ്റെ ലെസ് ദാൻ 150 ഡേയ്സ് ആണ് എൻ്റെ ഓർമ്മ. 150 ദിവസത്തിനകത്ത് ഇത്രയും ആളുകളുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇത് കിട്ടുകയുള്ളൂ. US ഒരു പ്രത്യേകത, ഫെഡറൽ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഡിഫറെൻറ്റ് റൂൾസാണ്. അപ്പോൾ അതിൽ ടെക്സാസിൽ 130,000, അതുപോലെ ഫ്ലോറിഡയിൽ 1.5 ലക്ഷം ആളുകൾ വോട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഇലക്ഷൻ്റെ ചിഹ്നം കിട്ടുകയുള്ളൂ. അത് ടെക്സസിൽ 70 ദിവസത്തിനകത്ത്
ഈ ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്ത് കൊടുക്കണം. ഇത് പ്രായോഗികമായും ഈ ഇപ്പോഴത്തെ സെറ്റപ്പിൽ നടക്കുന്ന ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ട്, ഈ അമേരിക്കയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു 2 പാർട്ടി പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഈ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ 2 പാർട്ടീസ്, അൺലൈക്ക് ഇൻ ബ്രിട്ടൻ വി ഹാവ് മൾട്ടി പാർട്ടി, ഇവിടെ മോർ ദാൻ 2 കൂടുതൽ പാർട്ടിയുണ്ട്, ഡൊമിനൻ്റ് ആയ പാർട്ടി 2 ആണെങ്കിൽ പോലും. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ക്ലാസിക് എക്സാമ്പിൾ 1992 റോസ് പെട്രോയുടെ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ മതി. അദ്ദേഹം അതിൽ കിട്ടിയ വോട്ട് ഏതാണ്ട് 20 മില്യൺ വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒരു സീറ്റ് പോലും കിട്ടിയില്ല, 20 മില്യൺ വോട്ട്സ്. അപ്പോൾ അതിൻ്റെ കാരണം ആ ഇലക്ട്രൽ സിസ്റ്റം സ്ട്രെച്ച് ചെയ്ത് വെച്ചത്. ഉദാഹരണം ഇപ്പോൾ കേരള ക്ലാസിക് എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റിൽ മജോറിറ്റി വോട്ട് കിട്ടുന്ന ആൾക്ക് മൊത്തം സീറ്റും പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 20 മില്യൺ വോട്ട് കിട്ടിയിട്ടും ഒരു ഇമ്പാക്റ്റും ഇല്ലാതെയായി പോയത്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ വലിയ പ്രശ്നമായി എനിക്ക് തോന്നുന്നത്, ഈ വെസ്റ്റിലെ ഇലക്ഷൻ എല്ലാം ഒരു മീഡിയ, പൊളിറ്റിക്കൽ ഡിബേറ്റ്, ചാനൽ ഡിബേറ്റ് ഒക്കെ കൂടി, അപ്പോൾ ബ്രിട്ടനിലാണെങ്കിൽ പോലും. അപ്പോൾ ഈ ചാനൽ ഡിബേറ്റിൽ ഒരു രാഷ്ട്രീയ നേതാവിന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് പങ്കെടുക്കണമെങ്കിൽ അത് വളരെ കൃത്യമായി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ഇത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ they will even let you participate in that debate. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇലക്ഷൻ ലിബറൽസ് അവരുടെ ഒരു ഓപ്പൺ കോൾ, ഞങ്ങളെ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കണം എന്നുള്ളതായിരുന്നു. എല്ലാ മീഡിയകളും കൃത്യമായത് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായും ഇത്രയും റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പോകുന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ മാത്രമേ ഇവർക്ക് ഡിബേറ്റിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് ഏറ്റവും വലിയ ബാരിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫണ്ടിങ് ആണ്. ഇപ്പോൾ ഇലോൺ മസ്ക് എത്ര കാശുകാരനാണെന്ന് പറഞ്ഞാലും ഈ ഒരു എലക്ഷൻ ഫേസ് ചെയ്യാനുള്ള മുഴുവൻ ഫണ്ടും അങ്ങ് ഫണ്ട് ചെയ്ത് കളയും എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ എനിക്ക് US ഇലക്ഷനിലെ ഈ ഡെമോക്രാറ്റ്സ് പബ്ലിക്കിൽ നിന്നും കളക്ട് ചെയ്തത് ഏതാണ്ട് 700 മില്യൺ പൗണ്ട്സാണ്. അതേ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ചെറിയ പാർട്ടികൾ കളക്ട് ചെയ്തത് എങ്ങാണ്ട് 3.5 മില്യനോ അങ്ങനെ വളരെ തുച്ഛമായ ഒരു എമൗണ്ട്. ആ എമൗണ്ട് കൃത്യമായി ഫണ്ടിങ്ങിലെ ഇലക്ഷൻ നടക്കില്ലല്ലോ. അപ്പോൾ അതിൽ ഇദ്ദേഹം മുഴുവൻ പ്രൈവറ്റായി ഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ തയ്യാറില്ല. അത് പ്രായോഗികമായും നിയമപരമായും അത് US നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് യഥാർത്ഥ ഒരു പ്രശ്നം, ട്രംപ് അൺപോപ്പുലറാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കുമായിരുന്നു, എൻ്റെ 57% പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഡിസ്പ്രൂവൽ റേറ്റ്. അത് ചിലതിൽ 60% കണ്ട്. പ്രത്യേകിച്ച് ഈ പുതിയ ബില്ല്, അതായത് ഈ ബ്യൂട്ടിഫുൾ ബില്ലാണോ അതോ നാസ്റ്റി ബില്ലാണോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്രയ്ക്ക് ഗുരുതരമായ ഒരു പബ്ലിക് ഔട്ട്ക്രൈ അഗെയിൻസ്റ്റ് ട്രംപ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപിൻ്റെ പോപ്പുലാരിറ്റി കുറയ്ക്കാൻ എലൻ മസ്കിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കണ്ടൊരു സിനിമ ഞാൻ ഓർക്കുകയായിരുന്നു. അതായത് എനിക്ക് വീട്ടിൽ കാശ് ചോദിച്ചു, സിനിമ കാണാൻ, സിനിമ പൈസ തന്നില്ല, ഞാൻ അപ്പോൾ പോയി നെക്സ്റ്റ് വാരി ചേർന്നു എന്ന് പറയുന്ന ഒരു സെനാരിയോ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ തമ്മിൽ ഹാൻഡ് ഇൻ ഗ്ലൗ, they were joint hits, they were the people who led the campaign. അവർ തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുന്നു, ഉടനെ അദ്ദേഹം പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കുന്നു. എൻ്റെ വിശ്വാസം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൃത്യമായി മത്സരിക്കാൻ പോലും പറ്റില്ല. അഥവാ മത്സരിച്ചാൽ പക്ഷേ റോസ് പെട്രോ 1992 എത്തിയ അവസ്ഥയിലേക്ക് പോലും എത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രണ്ട്, ഇനി അഥവാ വന്നാൽ ആ വരുന്ന വോട്ടുകളിൽ കൃത്യമായി വോട്ട് ചെയ്യാൻ ആ വോട്ടുകൾ ഒരു കാര്യം ഉറപ്പാണ്, വോട്ട് പോകുന്ന സ്വാഭാവികം റിപ്പബ്ലിക്കൻസിൻ്റെ വോട്ടായിരിക്കും. റിപ്പബ്ലിക്കൻ്റെ വോട്ടിൽ ഷെയറിൽ ഡിഫറൻറ്റ് ഉണ്ടാകും. പക്ഷേ അതെങ്ങനെ പ്രായോഗികമായി നടക്കും അത് മനസ്സിലാക്കണമെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിലെ അല്ലെങ്കിൽ മുമ്പത്തെ ഇലക്ഷനിലോ ഗ്രീൻ പാർട്ടിയുടെ ഷെയറും അല്ലെങ്കിൽ ലിബറൽസിൻ്റെ ഷെയറും ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഇമ്പാക്ട്. ആൻഡ് രണ്ട്, ട്രംപ് അധികാരത്തിൽ വന്ന് ആ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, 6 മാസത്തിൽ കൂടുതൽ ട്രംപും മസ്കും തമ്മിൽ ഒന്നിച്ചു പോയാൽ ഞാൻ നിനക്ക് ചെലവ് ചെയ്യാം എന്ന് പറയുന്നത് പന്തായം വെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു ആകാശം പോയി. കാരണം ഇവർ തമ്മിൽ ഒരു കാരണവശാലും കണ്ടിന്യൂസ്, കാരണം ട്രംപിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതാണ്. അതായത് ആരുമായി സഹകരിക്കില്ല, ആരുമായി ഒന്നിച്ചു പോകില്ല,
എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുക, അത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയിലേക്ക് ശരി, എന്തായാലും പൊളിറ്റിക്കൽ ഫ്രണ്ട്സിനെ ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കരുത് എന്നൊരു ചൊല്ല് ബിസിനസ്സുകാർക്കിടയിലുണ്ട്. എന്തായാലും ബിസിനസ്സുകാരായ രണ്ടുപേർ ഒത്തുപോയില്ല 6 മാസത്തിൽ കൂടുതൽ എന്നുകൂടി തെളിയിക്കുന്നു എന്നതാണ്. ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി തിരിച്ചെത്താം. എന്താണ് പുതിയ പാർട്ടിയുടെ ഐഡിയോളജി സംബന്ധിച്ച് മസ്കിന് പറയാനുള്ളത്? അങ്ങനെ എന്തെങ്കിലും ആശയപരമായ കാര്യങ്ങൾ മസ്കിന് പറയാനുണ്ടോ? ആ കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ മോഹൻ വർഗീസ്. ഇവിടെ ഇപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് തൻ്റെ പാർട്ടി പ്രഖ്യാപനത്തെ ന്യായീകരിക്കാൻ മസ്ക് ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഈ ബില്ല് പാസ്സാകുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു. അത് ഡെഫിസിറ്റിലേക്ക് അമേരിക്ക നയിക്കുന്നു. ബൈഡന്റെ കാലത്തേക്കാൾ ഡെഫിസിറ്റ് കൂടുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല ബാങ്ക്രപ്റ്റിലേക്ക് നയിക്കും, അമേരിക്ക പാപ്പരാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മസ്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന മസ്ക് പക്ഷേ എന്താണ് ഇതിൽ നിന്നൊക്കെ കരകയറാനുള്ള തൻ്റെ പ്ലാൻ എന്ന് വിശദീകരിക്കുന്നില്ല. എന്താണ് തൻ്റെ സാമ്പത്തിക നയം എന്നത് അറിയില്ല. എന്താണ് മസ്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പാർട്ടിയുടെ ഐഡിയോളജി എന്നറിയില്ല. അപ്പോൾ അതൊന്നും വിശദീകരിക്കാതെ വെറുതെ എക്സിൽ ഇരുന്ന് വാക്പോര് നടത്തുന്നതും ട്രംപിന് മറുപടി നൽകുന്നതും മാത്രമാണ് ഉത്തരവാദിത്വമെന്നും പാർട്ടി പ്രവർത്തനവുമെന്നും ധരിക്കുകയാണോ മസ്ക്? രേണുക, ട്രംപിനോടുള്ള വ്യക്തിപരമായ വിയോജിപ്പ്, തൻ്റെ തന്നെ ബിസിനസ് സാമ്രാജ്യം വളർത്തുന്നതിന് സബ്സിഡി ഇനി മുതൽ ലഭിക്കില്ല ട്രംപിൻ്റെ കാലത്ത് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം, ഇത് രണ്ടും മാത്രം വെച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് പണി കൊടുക്കാനായി മാത്രം ഒരു പാർട്ടി തുടങ്ങിയാൽ അതിന് എന്ത് ഐഡിയോളജിയാണ് ഉണ്ടാവുക? അവിടെയാണ് ഇലോൺ മസ്ക് രാഷ്ട്രീയത്തിൽ വരുന്നതിന് ഒരു ന്യായമായ കാരണം പറയാൻ പോലും ഇലോൺ മസ്കിന് കഴിയുന്നില്ല. പക്ഷെ മസ്ക് ഉയർത്തുന്ന ഒരു ന്യായമായ ഒരു ഇഷ്യൂ ഉണ്ട്. അത് അമേരിക്കയുടെ ലോങ് ടേം ഇൻട്രസ്റ്റ് ഒരു വലിയ കടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി പൂർണ്ണമായി അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു റാഡിക്കൽ ലെജിസ്ലേഷൻ വരുമ്പോൾ അതിൽ നിന്നും എങ്ങനെ കരകയറാം എന്നുകൂടി പറയാനുള്ള ചുമതല മസ്കിനുണ്ട്. പക്ഷെ അത് പറയാതെ ഏകപക്ഷീയമായി ഒരു പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ എൻ്റെ സഹ പാനലിസ്റ്റുകൾ എല്ലാം അഭിപ്രായപ്പെട്ട അതേ ലൈനിൽ തന്നെയാണ് എനിക്കും ചിന്തിക്കാൻ കഴിയുന്നത്. അതായത് മസ്ക് വിൽ കട്ട് ഇൻടു ഓർ ഈറ്റ് ഇൻടു ദി റിപ്പബ്ലിക്കൻ വോട്ട്സ്. അപ്പോൾ റിപ്പബ്ലിക്കൻസിന് സെക്യൂറായ ഒരു അടിത്തറയുണ്ട്. ആ സെക്യൂർ അടിത്തറയുടെ പുറമെ ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ഒരു പുതിയ അടിത്തറയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴൊരു വിന്നിങ് ഫോർമുലയിലേക്ക് വന്നു. അതും ഒരു തിൻ മാർജിൻ മാത്രമാണ് യഥാർത്ഥത്തിൽ പോപ്പുലർ വോട്ടിലുള്ളത്. പക്ഷേ അത് മസ്ക് വിചാരിച്ചാൽ അത് കുറച്ച് കൊണ്ടുവരാം. പക്ഷെ മസ്ക് അങ്ങനെ വിചാരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതൊരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് വരുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഹത്ത് ചെയ്യുന്ന രീതിയിൽ അത് വരാം. പക്ഷേ മസ്ക് അതല്ല പ്ലാൻ ചെയ്യുന്നത്. മസ്കിന് ഒരു ഇൻഫ്ലുവൻസറുടെ റോളാണ് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ട്രംപിനോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ ഒരു ഡെമോക്രാറ്റിക് പാരമ്പര്യമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അൺഅറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഇലോൺ മസ്കിനെ പോലെ ഒരാൾ വരുമെന്ന് ആരും മുൻകാലത്ത് ചിന്തിക്കുക പോലുമില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന ഒരു ബിസിനസ്സുകാരൻ, അപ്പോൾ രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി വന്നു എന്ന് പോലും പറയാനാവില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി അവസാന ഘട്ടത്തിൽ ട്രംപ് എന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് വേണ്ടി പ്രചരണം നടത്തി എന്നല്ലാതെ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ ഒരു പെട്ട ആളല്ല. അത് മാത്രമല്ല രേണുക, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപ് ആകട്ടെ മസ്ക് ആകട്ടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗം അല്ല, ആയിരുന്നതുമില്ല. അവരെല്ലാം തന്നെ ഇപ്പോഴും പ്രസിഡന്റ് പദത്തിലിരിക്കുമ്പോൾ പോലും ഒരു റാങ്ക് ഔട്ട്സൈഡർ ഫീൽ തന്നെയാണ്. ഇനി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് വെട്ടിക്കയറി പുറത്തുനിന്ന് വെട്ടിക്കയറി വന്ന് ഒരു ഹാർഡ് കോർ റിപ്പബ്ലിക്കൻസിനെ പ്രൈമറിയിൽ പരാജയപ്പെടുത്തി റിപ്പബ്ലിക്കൻ പാർട്ടി കാൻഡിഡേച്ചർ 2 പ്രാവശ്യം എടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ട്രംപിന് അതുപോലൊരു അത്ഭുതം കാണിക്കാൻ ഒക്കുമെങ്കിൽ ഒരുപക്ഷെ മസ്കിന് വേറൊരു പാർട്ടിയിലേക്ക് പരകായ പ്രവേശം നടത്തി വേണമെങ്കിൽ വരാം. പക്ഷേ അമേരിക്ക അതൊന്നും അനുവദിക്കുന്ന ഒരു രാജ്യമല്ല. ഇന്ത്യയെ പോലെ കാലുമാറ്റം കൂറുമാറ്റം അങ്ങനെ പരകായ പ്രവേശം മസ്ക് 2022 വരെ ഡെമോക്രാറ്റിക് പാർട്ടിക്കൊപ്പമായിരുന്നു. ഒപ്പമെന്ന് പറയുമ്പോഴും ഹാർഡ് കോർ ഡെമോക്രാറ്റ് എന്ന് അദ്ദേഹം ബിസിനസ്സുകാരനാണ്, പ്രൈമറിലി പാർട്ടിക്കാരനല്ല, ബിസിനസ്സുകാരനാണ്. പക്ഷേ എപ്പോഴും ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും പാർട്ടി താല്പര്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഇവർ രണ്ടുപേരും ഫിറ്റ് ഇൻ ചെയ്യില്ല. അപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കാം, പക്ഷേ അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് ഒരുപാട് ഓട്ട്സിന് എഗൻസ്റ്റ് ആയിട്ടാണ്. അവിടെ
അങ്ങനെ ഒരു ബില്ല് പക്ഷേ ഇപ്പോൾ അനുകൂലമായ അവസ്ഥയിൽ, പ്രത്യേകിച്ച് സെനറ്റേഴ്സിനെയും ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിലെ അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഇത് പാസ്സാക്കി എടുത്ത സ്ഥിതിക്ക് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ മൂഡ് ദ നേഷൻ, അമേരിക്ക രാജ്യത്തിൻ്റെ മൂഡ് ട്രംപിനോടൊപ്പമല്ല. മൊമെൻറ്റം ഇസ് നോട്ട് വിത്ത് ട്രംപ് എന്നാണ് ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും കാണിക്കുന്നത്. ഇത് വലിയ ഒരു ദുർഘട ഘട്ടത്തിലെത്തി നിൽക്കും. 2026 നവംബർ മാസം തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്, മിഡ് ടേം ഇലക്ഷൻ നടക്കാനുണ്ട്. ആ ഇലക്ഷനിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഇലോൺ മസ്കിൻ്റെ പദ്ധതി. അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാർജിനൽ ഇമ്പാക്റ്റ് ആയിരിക്കാം, പക്ഷേ പോളിസി ഡിസിഷൻസിനെ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയും. ഇപ്പോൾ അങ്ങനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകം അവിടെ ഇല്ല. ഡെമോക്രാറ്റ്സിന് അതിനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് റിപ്പബ്ലിക്കൻസിൻ്റെ ഒരു തേർവാഴ്ചയാണ്. ട്രംപ് മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ യുവത്വത്തിലാണ് ഇലോൺ മസ്ക് കണ്ടുവച്ചിരിക്കുന്നത്. കാരണം മസ്കിന് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലെന്ന് ഓർക്കണം. ഇവിടെ ടെക്നോക്രാറ്റുകളായ ആളുകൾ, യുവാക്കളായ ആളുകൾ, ചേഞ്ച് ആഗ്രഹിക്കുന്ന ആളുകൾ, പിന്നീട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരായ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ പോക്കിനോട്, റിപ്പബ്ലിക്കനാണ് പക്ഷേ ട്രംപിൻ്റെ ഈ പോക്കിനോട് യോജിപ്പില്ലാത്തൊരു വിഭാഗമുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലും അസംതൃപ്തി നുരഞ്ഞു പോകുന്നു. കൺവെൻഷണൽ ഡെമോക്രാറ്റിക് വോട്ട് ബേസും റിപ്പബ്ലിക്കൻ വോട്ട് ബേസും അല്ല ഇപ്പോൾ കൃത്യമായിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വൈറ്റ് കമ്മ്യൂണിറ്റിയുടെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ആളുകൾ റിപ്പബ്ലിക്കൻ ബാൻഡ് വാഗണിലാണ്. അത് ട്രംപ് ഇഫക്റ്റാണ്. കുടിയേറ്റം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു, വൈറ്റ് മെജോറിറ്റിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരൊക്കെ ഇപ്പോഴും ട്രംപിനോടൊപ്പം നിൽക്കുകയാണ്. ട്രംപ് വിൽ ബെയിൽ ദം ഔട്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരെ സ്വാധീനിക്കാനൊക്കെ കഴിഞ്ഞില്ല എങ്കിൽ എവിടെയാണ് നമ്പേഴ്സ് ഉണ്ടാവുക? അതുകൊണ്ടാണ് ഐ കനോട്ട് ബി ബുള്ളിഷ് ഓൺ മസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് മസ്കിൻ്റെ എൻട്രി ഒരു കൗതുകമുണ്ടാക്കുന്നു എന്നതല്ലാതെ കാര്യമായ ചലനമുണ്ടാക്കും എന്ന ചിന്തയേ എനിക്കില്ല. ശരി, എന്തായാലും 2028 വരെ കാത്തിരിക്കില്ല. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ തന്നെ ഉണ്ടാകും എന്ന വെല്ലുവിളിയാണ് ഇപ്പോൾ മസ്കിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ ഇപ്പോൾ 2 പാർട്ടി സിസ്റ്റമാണ് അമേരിക്കയിൽ എന്ന് പറയുന്നത്. പക്ഷേ മസ്ക് പറയുന്നത് ഇത് യൂണി പാർട്ടിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ റിപ്പബ്ലിക്കൻസിനും ഡെമോക്രാറ്റ്സിനും വ്യത്യാസമില്ല അമേരിക്കയിൽ എന്നത് ചൂണ്ടിക്കാട്ടുകയാണ്. 80% വരുന്ന മിഡിൽ ക്ലാസിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല ഈ 2 പാർട്ടികളും എന്ന് പറയണം. അവിടെയാണ് തൻ്റെ സ്പേസ് മസ്ക് കണ്ടെത്തുന്നത്. അത് ഒരു സാധ്യതയാണോ മസ്കിനെ സംബന്ധിച്ച്? പക്ഷേ ട്രംപിനൊപ്പം നിന്ന് ചെയ്ത കാര്യങ്ങളിൽ മസ്കിന്റെ ജീവനക്കാരുടെ പിന്തുണയെങ്കിലും ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ? എനിക്കൊന്നും മസ്ക് സെൻട്രിസ്റ്റ് ഐഡിയോളജി ആയിരിക്കും. അതായത് ഇരുകൂട്ടരും ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഞാൻ കണ്ടെത്തി തരാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബൈഡന്റെ സമയത്തുണ്ടായിരുന്ന ഇഷ്യൂസ് ആണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് റേസിസം വളർന്നു വരുന്നു. അതായത് വൈറ്റ്സിനെതിരെയുള്ള റേസിസം വളർന്നു വരുന്നു, അവരെ കണ്ടമാൻ അറ്റാക്ക് ചെയ്യുന്നു, ക്യാൻസൽ കൾച്ചർ വളർന്നു വരുന്നു, അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജി കുറച്ച് എക്സ്ട്രീം ആയി പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് സംസാരിച്ചിരുന്നു. അതിനെ മസ്ക് ബാക്ക് ചെയ്തിരുന്നു. പക്ഷെ ട്രംപിന്റെ കേസിൽ വന്നപ്പോൾ ഈ സ്പെൻഡിങ്ങിന്റെ കേസിൽ കുറയ്ക്കും എന്ന് പറഞ്ഞ് കയറിയിട്ട് സ്പെൻഡിങ് ഇപ്പൊ അടുത്തൊരു 10 വർഷത്തെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ കൂടും എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു. അതേപോലെ ട്രംപിന്റെ അൺസർട്ടനിറ്റി, ലാക്ക് ഓഫ് ഡിപ്ലോമസി, ഇതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും എന്ന് പറയും. അതിനോടൊപ്പം തന്നെ പണ്ട് ഫേമസ് ആയിട്ടുള്ള മാവൽ മൂവി അയൺമാൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൻ്റെ അകത്ത് അതേപോലെ അവസ്ഥയിലാണ് ഏകദേശം മസ്ക് നിൽക്കുന്നത്. മസ്കിന് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ അകത്ത് ഒരു രാജ്യത്തിന് വേണ്ട, ഒരു രാജ്യത്തിന് സൂപ്പർ പവർ ആകാൻ വേണ്ടിയ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, സസ്റ്റൈനബിലിറ്റി, ടെക്നോളജി, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതെല്ലാം എൻ്റെ കൈക്കുമ്പിളിലുണ്ട്. എനിക്ക് പവറോടെ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക ആരും തൊടാത്ത രീതിയിൽ ഇതിന്റെ ഇരട്ടി ഒരു ഡബിൾ സൂപ്പർ പവർ ആക്കി മാറ്റാൻ എനിക്ക് കഴിയുമെന്നൊക്കെ അദ്ദേഹത്തിന് പിച്ച് ചെയ്യാം. പക്ഷെ ഈ പിച്ചിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതേപോലെ അറ്റാക്ക് മറുവശത്തിൽ നിന്ന് ഉണ്ടാകും. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിഷ്യസ്ലി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചു അറ്റാക്ക് ചെയ്യും. അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സ്, അതായത് എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന സപ്പോർട്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ബഡ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ജെൻഡർ ഐഡിയോളജിയെ വല്ലാതെ എക്സ്ട്രീം ആയിട്ട് അവര് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ആരാധകരോടെല്ലാം പറയുകയും ആരാധകർ ബഡ് ലൈറ്റ് എല്ലാം അവരുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്ത് മാറ്റുകയും വെടിവെച്ച് പൊട്ടിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എതിരെ ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്തിട്ട് ആ ബ്രാൻഡിന്റെ ഈ റെപ്യൂട്ടേഷനും സെയിൽസും ഒക്കെ വല്ലാതെ ഇടിഞ്ഞു. അപ്പൊ വേണമെങ്കിൽ ട്രംപിന് അത് പറയാം, ഇനി മുതൽ നിങ്ങൾ എക്സ് ഉപയോഗിക്കേണ്ട. എന്റെ സപ്പോർട്ടേഴ്സിനോട് ഞാൻ പറയുകയാണ്, ഇയാളുടെ എക്സ് ഉപയോഗിക്കരുത്, നമ്മുടെ രാജ്യത്തെ നാശത്തിലോട്ട് കൊണ്ടുവന്ന് ഇയാൾ നോക്കുവാണ്, നിങ്ങൾ എക്സ് മാറിയിട്ട് ട്രൂത്ത് സോഷ്യലിലോട്ട് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ടെസ്ല മേടിക്കരുത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ എന്താണ് എന്ന് പരിഹസിക്കുകയായിരുന്നു ഇന്ന് മസ്ക്. എന്താണ് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഒരുപാട് പേർക്കും അറിയില്ല. എങ്കിലും മസ്ക് ട്രംപിന്റെ മനസ്സിൽ അത് വലിയൊരു സോഷ്യൽ മീഡിയ ആപ്പാണ്. തീർച്ചയായിട്ടും
അത് പറയുക തന്നെ ചെയ്യും. അതേപോലെ അപ്പം തിരിച്ചുള്ള അറ്റാക്കുകളും ഉണ്ടാകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര എളുപ്പമാകില്ല മസ്കിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി 2026 വരുമ്പോഴത്തേക്കും കുറെയൊക്കെ ട്രെൻഡ് മാറും. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇതൊരു കെട്ടടങ്ങുമെന്ന് തോന്നുന്നു. കാരണം മസ്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയും എഫേർട്ട് ഇട്ട് ഫണ്ട് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഒറ്റയ്ക്ക്, നേരത്തെ ശ്രീ ബൈജു തിട്ടില പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് അത് പോസിബിൾ അല്ല. കാരണം ഡോണേഴ്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലോൺ മസ്കേ ഉള്ളൂ. ഇപ്പം ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ വർഷം സപ്പോർട്ട് ചെയ്ത് ഗൂഗിൾ ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, നേരത്തെ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ എല്ലാ കമ്പനികളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കമ്പൈൻഡ് പവർ എടുത്ത് നോക്കിയാൽ ഇതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ബ്ലാക്ക് റോക്കും വാൻഗാർഡും പോലുള്ള കമ്പനികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല. മാത്രമല്ല ഇദ്ദേഹത്തിന് സ്വന്തമായി നോക്കി നടത്താൻ ഇത്രയധികം സ്ഥാപനങ്ങളുണ്ട്, വളർന്നു വരുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറയാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇതുമായിട്ട് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപിനെയാണ് ഹാം ചെയ്യാൻ പോകുന്നത്. എങ്ങനെ അവസാനിക്കുമെന്ന് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അല്ലാതെ തന്നെ ഇപ്പോൾ ട്രംപിന്റെ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റി റേറ്റിംഗ്സ് താഴെയാണ്. 2026 മിക്കവാറും സീറ്റ്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ ഇതൂടെ കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയും വല്ലാതെ നെഗറ്റീവായിട്ട് ബാധിക്കും. തീർച്ചയായും. ശ്രീ സജിമോൻ ആന്റണി, ട്രംപിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? പക്ഷേ ഇപ്പോൾ ട്രംപ് മസ്കിനെ നേരിടുന്നത് കണ്ടാൽ ഒന്നും ഭയക്കാനില്ലാത്ത, ഒരു ഭയപ്പാടിനും വിധേയനാകാത്ത ഒരു സ്റ്റേറ്റ്സ്മെൻ്റെ രീതിയിലാണ് ഇപ്പോൾ മസ്കിന് ട്രംപ് മറുപടി പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ പരിഹാസം ചൊരിയുന്നുണ്ട് ട്രംപ്. പക്ഷേ എന്നാൽ കാര്യങ്ങൾ സേഫ് അല്ലാതാനും 2028 വരെ കാത്തിരിക്കില്ല എന്ന് എക്സിലൂടെ മസ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷൻ തന്നെ ലക്ഷ്യം വെക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ശക്തി തെളിയിക്കാൻ മസ്കിന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മറിയുമോ? രണ്ട് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സഹപാനലിസ്റ്റ് പറഞ്ഞ 1-2 പോയിന്റിലേക്ക് ഒരു ചെറിയൊരു വിയോജിപ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ പറഞ്ഞ കമന്റുകളിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഒരൊറ്റ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ $275 മില്യൺ ട്രംപ് ക്യാമ്പയിന് വേണ്ടിയിട്ട് മസ്ക് തന്നെ സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, റൈറ്റ്? അപ്പം അങ്ങനെ വരുമ്പം അദ്ദേഹത്തിന് അത്രയും സെൽഫ് ഫണ്ടിങ് അത് വേറെ ആൾക്ക് വേണ്ടി കൊടുത്തതാണ്. അപ്പം സ്വന്തം വാശിക്ക് വേണ്ടി അല്ലെ സ്വയം ആഗ്രഹം അല്ലെ സ്വന്തം സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനേക്കാളും ഡബിളോ ട്രിപ്പിളോ ചിലപ്പോൾ അദ്ദേഹം സ്പെൻഡ് ചെയ്തിരിക്കും. ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് $1 ട്രില്യൺ ഫണ്ടിങ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലീഡ് അദ്ദേഹം സെൽഫായിട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യാനും മറ്റു ചില ആൾക്കാരും വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ആ ഒരു ചെറിയൊരു ഡിസഗ്രിമെന്റ് ഞാൻ പറയുകയാണ്. രണ്ടാമത്തേത്, ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ എക്സ് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് മസ്ക്. 40 എനിക്ക് തോന്നുന്നത് 220 അതോ 225 മില്യൺ ഫോളോവേഴ്സ്. അപ്പൊ അത് നമ്മൾ വേഴ്സസ് ട്രംപിനെ എടുക്കുവാണെങ്കിൽ 100 മില്യനേ ഉള്ളൂ. അപ്പം 100 മില്യനുള്ള ബറാക് ഒബാമയുണ്ട്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, അങ്ങനെ സ്പോർട്സ് സ്റ്റാർസ് ഉണ്ട്, അങ്ങനെ പലരും, പോപ്പ് സ്റ്റാർസ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പം ഇൻഫ്ലുവൻസ് ഈ മസ്ക് ഒരുമിട്ടം ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കും. ആ ഒരു ഡിസഗ്രിമെന്റ് കൂടി ഉണ്ട്. മൂന്നാമത്തേത് ശ്രീ ബൈജു പറഞ്ഞ മണിക്ക് തന്നെ അതിന്റെ ടെക്നിക്കൽ പ്രോസസ്സ് അല്ലെ ലീഗൽ പ്രോസസ്സ് ഒത്തിരി കടമ്പകളുണ്ട്. എന്നാലും 2-3 വർഷം കൊണ്ട് അത് ഡുവബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് 1,50,000 2 ലക്ഷമോ ഒപ്പുകൾ ശേഖരിക്കുന്നത് വലിയൊരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നോട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളൊരു സാധാരണ ഒരാളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. മസ്ക് ഹാസ് ഇറ്റ്സ് ഓൺ ഇമേജ്, ഇറ്റ്സ് ഓൺ ഇൻഫ്ലുവൻസ്. ഇത്രയും അപ്പൊ ആ ഒരു എന്താ പറയുക, നമുക്കൊരു ഡയറക്റ്റ് കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മസ്ക് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ അതിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. മീൻസ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, അതായത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി കാണുമ്പം മൊത്തത്തോടെ അമേരിക്കൻ ഇലക്ഷൻ പിടിച്ചെടുത്ത് അദ്ദേഹം പ്രസിഡന്റ് ആവും എന്നുള്ളൊരു പദ്ധതിയിലേക്ക് അല്ല പോകുന്നത്. എന്നാൽ ഒരു 2-3 സീറ്റ് അല്ലെ 4-5 സീറ്റ് ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് പോളിസിയുടെ കാര്യത്തിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ്. പക്ഷേ അത് തന്നെയാണ് തന്റെ പദ്ധതി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഫൈറ്റിനാണ് മസ്ക് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന വിഷയമാണ്. ഇതിന് മുമ്പത്തെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികളാണെങ്കിലും ഇവിടെ റെഡ് സ്റ്റേറ്റ് ബ്ലൂ സ്റ്റേറ്റ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ പർപ്പിൾ സ്റ്റേറ്റ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന സ്റ്റേറ്റുകളാണ്. അപ്പൊ അവിടുത്തെ സെനറ്റേഴ്സ് കോൺഗ്രസ്മാന് ഈതർ പാർട്ടിയിൽ അവർ ലോബിയായിട്ട് നിൽക്കും.
അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം മറ്റുള്ള ബ്ലൂ റെഡ് ഈതർ വേ പോകും എന്നുള്ളൊരു ഗ്യാരണ്ടി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് ബില്ല് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ വന്നു കഴിഞ്ഞാലും ഏത് പാർട്ടി കൊണ്ടുവന്നാലും അതിനകത്ത് തന്നെ 2-3 പേര് അല്ല 5-6 പേര് സെനറ്റേഴ്സ് കോൺഗ്രസ്മാന് വിമതരായിട്ട് നിന്നുകൊണ്ട് അവർ ഹൈഡ് ഔട്ട് ചെയ്യും. ഹൈഡ് ഔട്ട് ചെയ്തിട്ട് അവർ അവരുടേതായ പ്രപ്പോസൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കി എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഒരു പരിധി വരെ ഈ പറഞ്ഞ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പോലും ഈ ഒരു 5 ട്രില്യൺ ഡെഫിഷ്യനിലേക്ക് പോകാനുള്ള ഒരു റീസൺ ആ സാൾട്ട് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ആക്കിയത് കൊണ്ടും പിന്നെ ചില അഡീഷണൽ ബെനിഫിറ്റ്സുകൾ ഈ പറഞ്ഞ സെനറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും കോൺഗ്രസ്മെനെ അട്രാക്ട് ചെയ്യാനും അവർ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതൊരു ബാർഗെയിനിങ് പിച്ച് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു ലൈനിലേക്കാണ് മസ്കും ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട വേറൊരു കാര്യവും കൂടെ, എപ്സ്റ്റീൻ ഫയൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ. അത് അപ്പൊ ഇന്ന് മസ്ക് എക്സിനകത്ത് ട്വീറ്റ് ചെയ്യുന്നുണ്ട്, കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. അതായത് ട്രംപിന്റെ എന്തോ രഹസ്യം എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് മസ്കിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് മസ്ക് റിപ്പീറ്റഡ്ലി ക്ലെയിം ചെയ്തത്. 2 ആഴ്ച മുമ്പ് ഈ ഫൈറ്റ് ഇന്റൻസിഫൈ ആയപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വന്നിരുന്നു. അതിനുശേഷം മസ്ക് തന്നെ അതിന് റിഗ്രറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞായിരുന്നു, മേ ബി ഐ വെന്റ് ടു ഫാർ, അപ്പൊ അത്രയും വേണ്ടിയിരുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് കരുതി അത് ഒരാഴ്ചത്തേക്ക് മിണ്ടാതിരുന്നു. അതിനുശേഷം 2 പേരും തുടങ്ങി. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. ഇവരുടെ 2 പേരുടെയും പേഴ്സണാലിറ്റിയിലുള്ള സിമിലാരിറ്റി ഉണ്ട്. 2 പേരും ഇറാറ്റിക് ബിഹേവിയർ ഉണ്ട്. എങ്ങനെയാണ് അവർ പറയുന്നത്, സംസാരിക്കുന്നത്, അല്ലെ റിയാക്ട് ചെയ്യുന്നത് എന്ന് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ട്രംപിന്റെ കാര്യത്തിലും അതെ, മസ്കിന്റെ കാര്യത്തിലും അതെ. അവര് രാത്രി 12 മണി 2 മണി 3 മണിയൊക്കെ നമ്മളൊക്കെ ഉറങ്ങുമ്പോഴാണ് ഇവർ കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. ഇവർ അപ്പോഴാണ് എക്സിലേക്ക് ഇടുന്നത്, ഓരോ ബോംബ് ഇടുന്നത്. അപ്പൊ 2 പേരും ഇടും. ഒരാൾ അങ്ങോട്ടൊരു കല്ലെടുത്തിടുമ്പോൾ മറ്റവന് 2 കല്ല് തിരിച്ച് ഇങ്ങോട്ട് ഇടും. അപ്പൊ ആ ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യൂരിയോസിറ്റിയും ആകാംക്ഷയും അതൊരു കുറച്ചു നാളത്തേക്ക് കൂടെ ഇതുപോലെ തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ്. എന്തായാലും ഏറ്റുമുട്ടൽ തുടരും എന്നത് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. തിരിച്ചെത്താം. ശ്രീ ബൈജു തിട്ടാല, ഇപ്പോ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു പാർട്ടി പ്രഖ്യാപനവുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് മസ്ക് തയ്യാറെടുക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പോളിസികൾ എടുക്കുന്നു ട്രംപ് എന്നത് തന്നെയാണ്. അപ്പോൾ ബിസിനസ് താല്പര്യം തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നു കാണുന്നത്. ഡോജിൽ നിന്ന് ഇറങ്ങുമ്പോൾ മസ്ക് പറഞ്ഞിരുന്നു താൻ ഇനി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ബിസിനസ് വിട്ട് ഒരു തീരുമാനമോ മറ്റൊരു ലക്ഷ്യമോ ഒരു ഘട്ടത്തിലും മസ്കിനെ സംബന്ധിച്ച് പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാൻ സമയം വളരെ അത്യാവശ്യമാണ്. ആ രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ 2 പാർട്ടി ആയിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന അമേരിക്കയിൽ ഇതുവരെ അങ്ങനെ മറ്റേതെങ്കിലും പാർട്ടികൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റാത്ത ഹിസ്റ്ററിയുള്ള ഒരിടത്ത് അതിനൊക്കെയുള്ള സമയവും സാവകാശവും ആ മനസ്ഥിതിയും മസ്കിനുണ്ടോ? ഈ രേണുകയുടെ ചോദ്യമാണ് എനിക്ക് സജിമോൻ ആന്റണിക്ക് മറുപടി പറയാനുള്ളത്. അതായത് ബിസിനസിന് വേണ്ടി മാത്രം നടക്കുന്ന ഒരാൾ. സജിമോൻ ആന്റണി പറഞ്ഞത് ശരിയൊക്കെയാണ്. അതായത് 200 അതിൽ ഞാൻ സജിമോൻ ആന്റണിയോട് യോജിക്കുന്നുണ്ട്. കാരണം അൻവർ 10,000-ന് മേളിൽ പോവില്ല എന്ന് വിശ്വസിച്ചവരാണ് കേരളത്തിലുള്ളത്. പക്ഷേ 20,000-നടുത്ത് വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, ഇന്ത്യൻ ഡെമോക്രസി അല്ല അമേരിക്കൻ ഡെമോക്രസി. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബോൾ ഗെയിം. അതായത് ഈ ബിസിനസ് മാത്രം ലക്ഷ്യമായി ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളെ കൺവിൻസ് ചെയ്ത് 130,000 വോട്ടുകൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റ് ഡേറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സജിമോന്റെ ആഗ്രഹത്തെ ഞാൻ കാണുന്നത്, സജിമോനെ ഐ ആം എ ലേൺഡ് ആൻഡ് ട്രെയിൻഡ് ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ, ഇവിടുത്തെ കോളേജ് രാഷ്ട്രീയത്തിൽ കടന്ന് കോളേജ് രാഷ്ട്രീയം പഠിച്ചു വന്നയാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഐഡിയോളജി വേണം, അതിനൊരു സ്ട്രാറ്റജി വേണം. അല്ലാതെ എനിക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ആരും രാഷ്ട്രീയത്തിൽ ചേരില്ല. ഇവിടെ ഈ ഇതിൻ്റെ ലാക്ക് എന്ന് പറയുന്നത് ദി പൊളിറ്റിക്കൽ ആക്ച്വലി ലാക്ക്, ദി ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയിലായിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ഐഡിയോളജി? സജിമോൻ പോലും പറയുന്നത് ഈസ് എ ബിസിനസ് മാൻ. ആ ബിസിനസ്മാൻ്റെ ബിസിനസ് എൻജോറിന് വേണ്ടിയിട്ട് മാത്രം ആളുകൾ അതിലേക്ക് എത്തുക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അത് മോശമാണെങ്കിലും തെറ്റായ കാര്യത്തിനാണെങ്കിലും ശരിയായ, ഇപ്പോൾ ഉദാഹരണം ജർമ്മനിയിൽ റോങ് കാര്യത്തിന് വേണ്ടിയിട്ട് ബട്ട് ദേ ഹാഡ് ആൻ ഐഡിയോളജി, ജനങ്ങൾ അവരുടെ കൂടെ കൂടി എന്ന് പറഞ്ഞ പോലെ ഈ കോണ്ടെക്സ്റ്റ് ഇറ്റ് ലാക്സ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി ആൻഡ് എ പ്ലാൻ ആൻഡ് എ സ്ട്രാറ്റജി. എനിക്ക് എൻ്റെ ബിസിനസ്സാണ് അങ്ങനെ പറഞ്ഞു വരുന്ന ഒരാൾ ഈ ഇപ്പം കൃത്യമായി നമ്മൾക്കൊരു രാഷ്ട്രീയത്തിൽ അവർ സക്സസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. രണ്ടാമത് ഞാൻ മോഹൻ വർഗീസിനോടും വിയോജിക്കുകയാണ്. അതായത് അടുത്ത മിഡ് ടേം ഇലക്ഷനിൽ ഹി വിൽ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട്
ഞാൻ ഇന്നലെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിസ്റ്റ്, അതായത് പഴയ ഒബാമയുടെ ടൈമിലുണ്ടായിരുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ ഇന്റർവ്യൂ കേൾക്കുകയായിരുന്നു ഇന്നലെ ഈ സംഭവത്തോട് ബന്ധപ്പെട്ട്. അവർ പറയുന്നത് ഇത് വല്ലാത്തൊരു ഊർജ്ജം റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ, ഡെമോക്രാറ്റിക് ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. ആ ഡെമോക്രാറ്റിക് ക്യാമ്പ് വിൽ ഹാവ് സിഗ്നിഫിക്കൻറ്റ് കമ്മിങ് ബാക്ക് ഇൻ ദി മിഡ് ടൈം ഇലക്ഷൻ. അതുവഴി ഇറ്റ് വിൽ, ഒരു പക്ഷേ മസ്ക് ആഗ്രഹിക്കുന്നു അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അമേരിക്കയിൽ എന്താ ഇപ്പൊ സംഭവിക്കുന്നതിന് നമ്മൾ, എൻ്റെ ഒരു റീഡിങ് ഇതാണ്, മസ്ക് ഇസ് ട്രൈങ് ടു വീക്കൻ ട്രംപ്. ഹൂ വിൽ ടേക്ക് ദ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ഇത് അപ്പുറത്തെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും ഒരു റൈറ്റ് പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് പൊളിറ്റീഷ്യനോ അല്ലേ ഇദ്ദേഹം ഒരു ലിബറൽ പൊളിറ്റീഷ്യനായിട്ടാണ് ഞാൻ ഒരു ലിബറലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അപ്പുറത്തേക്കും പോകാം. അപ്പോൾ അവിടെ ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കുകയും ഈ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അതുവഴി മിഡ് ടേം ഇലക്ഷനിൽ ഡെമോക്രാറ്റ്സിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പിന്നെ രണ്ടാമത് ഈ എപ്സ്റ്റൈൻ സ്റ്റോറി പറഞ്ഞില്ലേ സജിമോൻ, അപ്പോഴത്തേക്കും അതിലുണ്ടല്ലോ, അതില് മോഹൻ വോറീസ് പറഞ്ഞ് വളരെ കറക്റ്റായി. അപ്പോ ഈ നമ്മുടെ സാബു ജേക്കബ് ഒരടി അടിച്ച, ഇനി എനിക്കെതിരെ പരാതി പറഞ്ഞ കുറെ ആളുകളെ ഞാൻ പിടിച്ച് അകത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അതോടുകൂടി ആ സാബു ജേക്കബിനുള്ള അക്രമം തീർന്നു. ഏതാണ്ട് അതിവിടെ റെസണേറ്റ് ചെയ്ത് നമുക്ക് കാണാം. ശരി, എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. സജിമോൻ എന്തെങ്കിലും പറഞ്ഞ ഒരു കാര്യം കൂടി, മാത്രമല്ല പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആകാൻ പോലും പറ്റില്ല സൗത്ത് ആഫ്രിക്കക്കാരനായ മസ്കിന്. അപ്പോ ആ സ്റ്റേച്ചറിലുള്ള മറ്റൊരാളെ കണ്ടെത്തണം. ഇതൊക്കെ സാധ്യമാകുമോ എന്ന് വലിയ സംശയമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആരും ഡിസഗ്രി ചെയ്യുന്നില്ല. ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിക്കായിരിക്കും മിഡ് ടൈമിൽ എന്നുള്ള കാര്യത്തിൽ ഇല്ല. ആസ് എ സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ചോയ്സ്, ഇനി മസ്ക് ഇത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഔട്ട്കം ആണ് നമ്മൾ ഈ പറയുന്നത് 4-5 സീറ്റ് പിടിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, 220 മില്യൺ ഫോളോവേഴ്സ് ഉള്ള മസ്കിന് 150,000 ആൾക്കാരുടെ ഒപ്പ് വാങ്ങാൻ അതൊന്നും വലിയ ആനക്കാര്യമായിരിക്കത്തില്ല. നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ഓക്കെ പറഞ്ഞോളൂ. മാത്രവുമല്ല എക്സ്പോലെ ഒരു പ്ലാറ്റ്ഫോം കയ്യിലുണ്ട്. സമൂഹ മാധ്യമങ്ങൾ എങ്ങനെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു, മറ്റിടത്തും ഇപ്പോൾ സ്വാധീനിക്കുന്നു നമുക്കറിയാമല്ലോ. പറഞ്ഞോളൂ. അതായത് സജിമോനെ ബ്രിട്ടനിലിരിക്കുന്ന ഞാനും ഈ ഇന്ത്യയിലിരിക്കുന്ന ഇവര് 3 പേരും ഫോളോ ആയിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന നിങ്ങൾ ഫോളോ ആയിട്ട് മാത്രമേ കാര്യമുള്ളൂ. റൈറ്റ്. ടോട്ടലി അഗ്രി. അപ്പൊ അതിന്റെ കൂടെ റേഷ്യോ എടുത്തോളൂ. അമേരിക്കയിലെ പോപ്പുലേഷന്റെ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നെന്ന് മാത്രമേ. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ആരാധകനാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശരി, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഭീഷണിപ്പെടുത്തി ട്രംപിനെ വരുതിയിലാക്കാനാണോ അതോ കാര്യമായിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനാണോ മസ്ക് തയ്യാറെടുക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. താങ്ക് യു.